What making a video cinematic? Is that framing, composition, sound design, or even lighting? Everything matters for it. But ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കളർ ഗ്രേഡിനെ പറ്റിയാണ്. The thing that gives life to each frame in a video. ഒരു കളർ ഗ്രേഡ് കൊണ്ട് നമുക്കൊരു വീഡിയോനെ നല്ലതാക്കാനും അതുപോലെ തന്നെ മോശമാക്കാനും പറ്റും. സോ ഞാൻ എങ്ങനെയാണ് വിവോ X200 Proയിൽ ലോഗിൽ ഷൂട്ട് ചെയ്ത വീഡിയോസിനെ കളർ ഗ്രേഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത് തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കളറിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ബേസിക്കായിട്ട് എങ്ങനെയാണ് എൻ്റെ വീഡിയോസിനെ കളർ ഗ്രേഡ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഓരോ വീഡിയോസ് എല്ലാം റെഫർ ചെയ്തതിന് ശേഷമാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ കളർ ഗ്രേഡിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഡാവിഞ്ചി റിസോൾവിലുള്ള കളർ പേജിലേക്ക് വന്നതിന് ശേഷം ഇതാണ് ഇതിൻ്റെ അകത്ത് നോഡെന്ന് പറയുന്നത്. ഈ നോഡ് നമ്മുടെ ഫോട്ടോഷോപ്പിലും പ്രീമിയർ പ്രോയിലും എല്ലാം ലെയറില്ലേ, അതുപോലെ തന്നെയാണ് അവിടെ ലെയർ, ഇവിടെ നോഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ ഈ സ്കോപ്സ് എന്ന് പറയുന്നത്. ഈ സ്കോപ്സ് വെച്ചിട്ടാണ് നമ്മളൊരു റെഫറൻസ് എടുക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് 0 തൊട്ടിട്ട് 1023 വരെ ഒരു വാല്യൂസ് ഉണ്ട്. ഈ 0 റെഫർ ചെയ്യുന്നത് ഷാഡോവിനെയും 1023 റെഫർ ചെയ്യുന്നത് ഹൈലൈറ്റ്സിനെയാണ്. നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ കളേഴ്സ് ഒരിക്കലും 1023 0 പോയി ക്ലിപ്പ് ചെയ്യാൻ പാടില്ല. ക്ലിപ്പ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ 1023 ഹൈലൈറ്റ്സിൽ ഈ കളറിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം മിസ്സായെന്നാണ്. അതുപോലെ തന്നെ 0 ക്ലിപ്പ് ആകുന്നതെങ്കിൽ ഷാഡോസിൽ ആ ഡീറ്റെയിൽസ് എല്ലാം മിസ്സായെന്നാണ്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്യുന്നതെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കളറിസ്റ്റിൻ്റെ വേലൊന്നുമല്ല. നോർമലി ഞാൻ വിവോ X200 Proയിൽ ലോഗിൽ ഷൂട്ട് ചെയ്ത ഫൂട്ടേജസിനെ എങ്ങനെ നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനെങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറുതായ ഗ്രേഡിങ്സ് എല്ലാം ആഡ് ചെയ്യുന്നതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ നോഡിനെ എല്ലാം ഒരു 3 നോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നോഡിനെ കൺവേർഷൻ നോഡായിട്ട് എടുക്കും. കൺവേർഷൻ നോഡായിട്ട് എടുത്തതിന് ശേഷം സത്യത്തിൽ ഇങ്ങനെയല്ല ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇവിടെ ടൈം ലൈൻ, ഇവിടെ എഫക്ട്സിൽ വന്നിട്ട് കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ടാണ് ഇതിനെ REC 709 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വിവോ എന്ന ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ലട്സിൽ ഞാൻ അതിൻ്റെ കൺവേർഷൻ ലെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ലെറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, വേണ്ടവർ അതിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഡാവിഞ്ചിലോട്ട് ഇതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമെന്ന് ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഈ ലെറ്റിനെ നേരെ ഇതിൻ്റെ അകത്തോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇത് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ സെക്കൻഡ് നോഡിൽ വരിക. ഇപ്പോൾ ഈ ഫുട്ടേജ് നോക്കാൻ നേരം ഇതിൻ്റെ അകത്തൊരു വാമർ ടോണാണ് വന്നേക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. വൈറ്റ് ബാലൻസ് ആക്കി സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഈ ക്ലിപ്പ് റെഫർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഓറഞ്ച് ടോണിലായിരിക്കും. ഈ ഓറഞ്ച് ടോണിന് ടെമ്പറേച്ചർ കൂടുതലാണ്. സോ അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം പയ്യെ ഇത് കുറച്ചെടുക്കുക. നോർമൽ ഫോം ആയതിനു ശേഷം ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ നോഡിൽ വന്നിട്ട് ലെറ്റ്സിൽ തന്നെ പോയിട്ട് നമ്മുടെ ഡാവിഞ്ചി ഇൻബിൽഡ് ആയിട്ട് കുറേ ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും നല്ല ലെറ്റ് ഇതിന് പറ്റുന്നത് അതിലൊരെണ്ണം ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കളറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ അകത്തും കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെങ്കിൽ ഞാൻ അടുത്ത നോഡ് ആഡ് ചെയ്തതിന് ശേഷം കളർ വീൽസ് ഉണ്ടോ, കളർ വീൽസിൻ്റെ അകത്ത് ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ ലിഫ്റ്റ്, ഗാമ, ഗെയിൻ, ഓഫ്സെറ്റ് എന്നും കാണും. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഈ ലിഫ്റ്റ്, ഗാമ, ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് എന്നുള്ളതാണ്. ഈ ഷാഡോ ഏരിയയിൽ എനിക്കൊരു ഗ്രീൻ കളർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഗ്രീനിൻ്റെ സൈഡിലേക്ക് ഓവറായിട്ടുള്ള ഒരു ശകലം പുഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രീൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മിഡ് ടോൺ, ഹൈലൈറ്റ്സിന് ഞാൻ ഒരു വാം കളർ കൊടുക്കാം. ഹൈലൈറ്റ്സും വാം ടോണിലോട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം കളർ മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ സ്കോപ്പ് നോക്കാൻ നേരം ഗ്രീൻ ഇച്ചിരി വാഷ് ഔട്ട് ആയിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഏരിയസിലെല്ലാം അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് മിസ്സാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ്സ് പയ്യെ കുറച്ച് കൊടുക്കുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് പ്രിസർവ് ആകുന്നുണ്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കോൺട്രാസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഷാഡോയിലെ റെഡ്സും കുറച്ച് കൂട്ടി കൊടുക്കും. ഞാൻ അടുത്ത നോഡ് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മാസ്ക് ചെയ്യും. ഇവിടെ വന്നിട്ട് ഒരു വിഗ്നിറ്റി എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫെദർ കുറച്ച് കൂട്ടി കൊടുത്തിട്ട് പിന്നെ ഇൻവെർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കർവ്സിൽ വന്നിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് എഫക്ട്സും വന്നിട്ടുണ്ടായിരിക്കും. തന്നെ അത്യാവശ്യം നമ്മൾ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദിസ് ഇസ് ദ ബിഫോർ ആൻഡ് ദിസ് ഇസ് ദ ആഫ്റ്റർ. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ക്ലിപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ നമ്മൾ 3 നോഡ് മെയിനായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കൺവേർഷൻ ലെറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നോർമൽ ഫോമിലോട്ട് ആയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് വൈറ്റ് ബാലൻസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഈവൻ ലുക്കാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ലോഗിൽ വന്നിട്ട് ഹൈലൈറ്റ്സിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഷാഡോസിൽ കുറച്ച് ബ്ലൂവും ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഹൈലൈറ്റ്സ് ഞാൻ അത്യാവശ്യം കുറയ്ക്കും. എന്നിട്ട് ഞാൻ ഈ ഹൈലൈറ്റ്സ് അത്യാവശ്യം കുറച്ചിട്ട് ഷാഡോസും ആഡ് ചെയ്യും. സോ
ഇതിൻ്റെ അത് ലെട്ട് ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ല, എൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കളർ ഗ്രേഡ് ചെയ്തെടുക്കുക. കണ്ടോ, അതിപ്പോ ദിസ് ഇസ് ദ ബിഫോർ, ദിസ് ഇസ് ദ ആഫ്റ്റർ, ദിസ് ഇസ് ദ ബിഫോർ ആൻഡ് ദിസ് ഇസ് ദ ആഫ്റ്റർ. പിന്നെ ഈ ഒരു ഇതും നമുക്ക് അതുപോലെ തന്നെ 3 ആഡ് ചെയ്യുക. ഫസ്റ്റ് കളർ കൺവേർഷനിലിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അതിന് കൺവേർഷനിലിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെതായ രീതിയിൽ കളർ ഗ്രേഡ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ അതിന് ആ പ്രൈമറി നോക്കുമ്പോഴത്തേക്കും ഷാഡോ കുറച്ച് കൂട്ടി കൊടുക്കുന്ന നല്ലതായിരിക്കും. കാരണം ആ മുഖത്തെ ഡീറ്റെയിൽസ് കുറച്ച് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് കുറച്ച് താഴ്ത്തിയും കൊടുക്കുക. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡീസാച്ചുറേറ്റഡ് ലുക്കാണ്. അതുപോലെ തന്നെ ഈ ക്ലിപ്പിനും അത് അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സാച്ചുറേഷൻ പയ്യെ ഒരു ശകലം കുറയ്ക്കും. ഓക്കെ, ഇത്രയും കുറച്ചതിന് ശേഷം ഇവിടെ ഹൈലൈറ്റിൽ അത്യാവശ്യം ഒരു യെല്ലോ ടോണാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹൈലൈറ്റ്സ് യെല്ലോ ആക്കും, ഷാഡോ ബ്ലൂ ആക്കും. ഓക്കെ, മിഡ് ടോൺസ് ഒരു ഓറഞ്ച് രീതിയിലേക്ക് കൊടുക്കും. അപ്പോൾ ദിസ് ഇസ് ബിഫോർ, ദിസ് ഇസ് ദ ആഫ്റ്റർ, ദിസ് ഇസ് ദ ബിഫോർ, ദിസ് ഇസ് ദ ആഫ്റ്റർ. ഇനി ഇതിൻ്റെ അകത്തൊരു കോൺട്രാസ്റ്റിന്റെ ഒരു കുറവുണ്ട്. സോ കുറച്ച് കോൺട്രാസ്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു സബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത നോഡിൽ ചെന്നതിന് ശേഷം കുറച്ച് മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ഗ്രേഡിയന്റ് മാസ്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കർവിൽ ചെന്ന് ഈ ഒരു രീതിയിലാക്കുമ്പോഴത്തേക്കും ഓക്കെ ഒരു ഗ്രേഡിയന്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സാച്ചുറേഷൻസ് കുറച്ച് കൊടുക്കാം. ഇവിടെ മാച്ച് ആകുന്ന രീതി നമ്മളിപ്പോൾ സാച്ചുറേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മാത്രം ചെയ്താൽ പോരാ, ഇവിടെ നിന്നും കുറച്ച് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ഒന്നും കൂടെ ആൾ ടെസ്റ്റ് പ്രസ് ചെയ്ത് ഒരു നോഡും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഈ ഒരു ഓപ്ഷനിൽ വരിക, മാസ്കിംഗ് ഓപ്ഷനിൽ വരിക, ഈ ഒരു ഗ്രേഡിയന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഴയതുപോലെ തന്നെ കർവ് ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റും ആടായി. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ തന്നെ ഒരു ഫോക്കസ് വരും. സോ നമ്മളിങ്ങനെ ഓരോ ക്ലിപ്പിനും കളർ ഗ്രേഡ് ചെയ്യുന്നതിന് പകരം നമുക്കിപ്പോൾ ഒരു ക്ലിപ്പിൽ കളർ ഗ്രേഡ് ചെയ്തിട്ട് ആ കളർ വേറെ ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കളർ ഗ്രേഡ് ചെയ്യേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മൗസ് സ്ക്രോൾ ബട്ടൺ ഇല്ലേ, അത് ഗ്രേഡ് ചെയ്ത ക്ലിപ്പേ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു എഫക്റ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ടായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഈ വിഗ്നേറ്റ് വേണ്ട അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കോൺട്രാസ്റ്റിന്റെ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. സോ ജസ്റ്റ് കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കോൺട്രാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ദിസ് ഇസ് ദ ബിഫോർ, ദിസ് ഇസ് ദ ആഫ്റ്റർ. സോ ഇങ്ങനെയാണ് ഞാൻ ഡാവിഞ്ചിയിൽ കളർ ഗ്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പ്രൈമറി വീൽസ് എല്ലാം വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് എന്താണോ അതാണ് ഞാൻ കൊണ്ടുവരുന്നത്. സോ ഇങ്ങനെയാണ് ഞാൻ കളർ ഗ്രേഡ് ചെയ്യുന്നത്.